പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു 4BHK പരിചയപ്പെടുവാനാണ്. അതും നമ്മുടെ ലിസ്റ്റിങ്ങിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു 4BHK കൂടിയാണ്. ഇത് വരുന്നത് പള്ളിക്കരയിലാണ്. പള്ളിക്കരയിൽ 4 സെൻറ്റ് ഭൂമിയിൽ 1800 സ്ക്വയർ ഫീറ്റിൻ്റെ 4BHK കൂടിയാണ്. ഇവിടെ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. ആലുവ, കോലഞ്ചേരി, അതുപോലെ തന്നെ എറണാകുളം പട്ടിവറ്റം ബസ് റൂട്ടിലേക്ക് 300 മീറ്ററാണ് ദൂരം വരുന്നത്. അപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള നല്ലൊരു പ്രോജക്റ്റും കൂടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. നല്ലൊരു ഡിസൈനിലാണ് ഗേറ്റ് കൊടുത്തുള്ളത്. മാത്രമല്ല ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഫോൾഡിങ് വരുന്ന ഗേറ്റിലും നല്ലൊരു CNC കട്ടിംഗ് ആണ് വരുന്നത്. 2 പില്ലറിലും ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ടൈലാണ് ഭാഗമുള്ളത്. മാത്രമല്ല ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഭംഗിയായിട്ട് ഇവിടെ ഷീറ്റ് വർക്ക് ചെയ്തിട്ട് അതല്ലെങ്കിൽ പോളികാർബൺ ഷീറ്റോ എന്ത് വേണമെങ്കിലും ആവാം, അത് നമുക്ക് ഭംഗിയായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നല്ലൊരു പാർക്കിംഗ് സ്പേസോട് കൂടി തന്നെയാണ് ഇത് കൊടുക്കുന്നത്. ഇത് നമുക്ക് കിണറിൻ്റെ ഭാഗത്തേക്ക് വരാം. നാച്ചുറൽ വാട്ടറാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഇതിൻ്റെ മോട്ടറിന് സ്വിച്ച് കാര്യങ്ങളെല്ലാം സെറ്റാണ്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്, വെട്ടുകൾ പ്രദേശവും കൂടിയാണ്. അപ്പോൾ നല്ലൊരു വാട്ടർ സോഴ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. ചുറ്റും നടക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഒരു ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം എന്നുള്ളത്. അതായത് ഡോറ് വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. 2 പീസ് ഡോറ് വന്നിട്ടുണ്ട്. നേരെ നമുക്ക് ലിവിങ് സ്പേസിലേക്ക് വരാം. നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ 3 പാളി ജനലും വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് മേലെ ഭംഗിയായിട്ടാണ് ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ഒരു L ഷേപ്പിൽ സോഫ സെറ്റീസ് ഇടാം. ഫ്രണ്ടിൽ ടീപ്പ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് മനോഹരമായിട്ട് യൂണിറ്റ് കൊടുത്തിരിക്കുകയാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു TV സ്പേസ് നമുക്കിവിടെ കിട്ടി. ഇനി ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഈ ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന എൻട്രൻസും ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മേലെ പെർഗോളാസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ലൈറ്റിംഗ് നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. പെർഗോളാസ് ഇവിടെയും വരുന്നുണ്ട്. സ്റ്റെയറിനടി ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസാണ്. ഇനി വാഷ് ഏരിയയിലേക്ക് വരാം. നല്ല ഭംഗിയുള്ളൊരു കൗണ്ടറാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സെറയുടെ ഫിറ്റിങ്സ് ആണ് വന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ നല്ല നാച്ചുറൽ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. LED മിറർ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വാഷ് കൗണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. താഴെയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് സ്പേസ്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് പെബിൾസും ഗ്രീൻ മാറ്റും ഒക്കെ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചൺ വന്നിരിക്കുന്നത് ഈസ്റ്റിലാണ്. ഇത് വന്നിരിക്കുന്നത് നോർത്തുമാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വന്നുള്ളത്. കിഴക്കോട്ട് നമുക്ക് ഫുഡും പോകും അറേഞ്ച് ചെയ്യാം. അതിനുള്ള വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. താഴെ ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. പിന്നെ ഈ കബോർഡിന് അടിയിലൊക്കെ LED ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നാനോ വൈറ്റ് ഗ്രാനൈറ്റിൻ്റെ മേലെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. നല്ല ക്വാളിറ്റി ഉള്ള സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഫ്രിഡ്ജ് വെക്കാനാണ്. ഇവിടെ പവർ പോയിന്റ് വരുന്നുണ്ട്. ലഗ്നാൻഡിൻ്റെ ഫിറ്റിങ്സ് ആണ് വന്നുള്ളത്. ഇനി നോർത്ത് സൈഡിലേക്ക് തുറക്കാവുന്ന രീതിയിൽ ഡോറും വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെയും നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അത് സെറ്റ് ബാക്ക് കറക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളവും 11 അടി വീതി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് മിററോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് അതായത് ഈസ്റ്റ് സൈഡിൽ 3 പാളി ജനൽ, സൗത്ത് സൈഡിലും 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടി. ഇനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഇതിനെയും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ജാഗോൻ്റെ ഫിറ്റിങ്സ് വരുന്നുണ്ട്. മിറർ വരുന്നുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. ഇവിടെയായിട്ട് 3-way മിക്സഡ് ടാപ്പും വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ടൈൽ പാറ്റേൺ 2 വ്യത്യസ്തമായിട്ടുള്ള കളർ പാറ്റേണിലാണ് കൊടുത്തുള്ളത്. താഴെ മാറ്റ് ടൈൽ വിത്ത് ഗ്ലോസിയാണ്. നല്ല ഫൈബർ ഡോർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത്
11 അടി നീളം 10 അടി വീതിയാണ്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡുമാണ്. നോർത്ത് സൈഡിൽ ഓരോ ജനലും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഭംഗിയായിട്ട് നല്ല വലിപ്പമുള്ളൊരു കബോർഡ് തന്നെയാണ് ഇതിന് വന്നുള്ളത്. ഇവിടെയായിട്ട് കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് ഒന്നും മറയാത്ത രീതിയിൽ തന്നെ കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് കൗണ്ടർ വന്നിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്, സിംഗിൾ പീസ് ക്ലോസറ്റാണ് വന്നുള്ളത്. അത് ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. 3-way മിക്സഡ് ടാപ്പ് വിത്ത് റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു വുഡിൻ്റെ ടെക്സ്ചറിലുള്ള മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത്. ഭിത്തി വന്നിരിക്കുന്ന ഗ്ലോസിയാണ്. നല്ലൊരു ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നല്ല 2 ബെഡ്റൂം നമുക്ക് താഴെ കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ വന്നിരിക്കുന്നത് നാനോ ടൈലിലാണ്. വിത്ത് റൈറ്റ് സൈഡിലാണ് ഹാൻഡിൽ വന്നുള്ളത്. അത് സ്റ്റീലിൻ്റെ ഹാൻഡിൽ വിത്ത് ടഫ് ആൻഡ് ഗ്ലാസ്സുമാണ്. നേരെ ഈസി ആയിട്ട് കയറാം. ഒരു ഗ്രിപ്പുള്ള ടൈൽ തന്നെയാണ് വന്നുള്ളത്. ഈസി ആയിട്ട് കയറാം. സ്റ്റെപ്പ് ഒരുപാട് ഹൈറ്റിലല്ല കൊടുത്തിരിക്കുന്നത്. ഇത് വെസ്റ്റ് സൈഡാണ്. അവിടെയായിട്ട് പെർഗോളാസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലാണ് വന്നുള്ളത്. കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഇതിൻ്റെ ഒരു കമ്പ്യൂട്ടർ ടേബിളാണ്. മേലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും വരുന്നുണ്ട്. കൃത്യം പെർഗോളയുടെ നടുക്ക് തന്നെയായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ അപ്പർ ലിവിങ് സ്പേസ്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ താഴത്തെ അതേ സ്പേസിലുള്ള ബെഡ്റൂമിലാണ് വന്നുള്ളത്. 14 അടി നീളം 11 അടി വീതി. ഇനി ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. ഭംഗിയുള്ളൊരു കബോർഡാണ് വന്നുള്ളത് വിത്ത് മിറർ. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. സെയിം പാറ്റേണിലുള്ള ബാത്റൂം തന്നെയാണ്. നല്ലൊരു വാഷ് കൗണ്ടർ, മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, 3-way മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതും ഫോളോ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ അപ്പർ ലിവിങ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളവും 11 അടി വീതിയാണ്. നല്ല ഭംഗിയുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട് വിത്ത് മിറർ. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും വരുന്നുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വാഷ് ബേസിനും അതുപോലെ മിററും ലൈറ്റും, സിംഗിൾ പീസ് ക്ലോസറ്റ്, 3-way മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് എല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടൈലിൻ്റെ പാറ്റേണും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. നല്ലൊരു ഫൈബർ ഡോറുമാണ് ഇതിന് വന്നുള്ളത്. ഇനി നമുക്കിതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലാണ്. 2x2 മാറ്റ് ടൈലാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്, വാട്ടർ ലൈൻ വരുന്നുണ്ട്. ഫുള്ള് ഗ്രില്ല് ചെയ്ത് കവർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. മേലെ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തുറന്ന് നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകാം. സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. മേലെ ഷീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് നനയാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഇനി ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിൽ നിന്നും ബാൽക്കണിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ലൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ് നമുക്ക് ഈ വീടിന് കിട്ടിയിട്ടുള്ളത്. അതും താഴത്തെ അതേ ലിവിങ് സ്പേസ് തന്നെ നമുക്ക് മേലെയും കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു യൂണിറ്റിൻ്റെ ഡിസൈനും ഇവിടെ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെയാണ് അതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് വരാം. നല്ല ഭംഗിയുള്ളൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫ് ആൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു 4BHK വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് ഭൂമിയിൽ 1800 സ്ക്വയർ ഫീറ്റിൻ്റെ 4BHK. ഇതിന് ചോദിക്കുന്ന വില 57 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. സിമിലർ ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മുടെ പക്കലുണ്ട്. നമ്മുടെ ലിസ്റ്റിങ്ങിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുള്ള 4BHK കൂടിയാണിത്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.